ജിഷ മാം, സൽമ മാം റെഡി അല്ലേ? ഗിരിജ മാം? Yes, യെസ് yes. മാം, ആ ഗിരിജ റെഡിയാണ്. മാം. ഓക്കെ, ഗിരിജ മാം സ്റ്റാർട്ട് ചെയ്യാം. യെസ് മാം, തുടങ്ങട്ടെ മാം. യെസ് യെസ്, തുടങ്ങിക്കോളൂ. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. എന്റെ പേര് ഗിരിജ അജിത്ത്. ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്കുള്ള വെബിനാർ എടുക്കുന്ന പ്ലാറ്റ്ഫോമിലാണ്. അപ്പം ട്രെയിനർ സ്റ്റോക്കിലാണ് നമ്മളുള്ളത്. ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ കാരണം, ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ ആഡ് കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ട്രെയിനർ എന്ന എന്താ പറയാ, ഭയങ്കര ഡ്രീംസ് ആയിരുന്നു എനിക്ക് ട്രെയിനർ ആവുക എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇത് ആഡ് കണ്ടു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തപ്പം അർച്ചന മാം ആയിരുന്നു എടുത്തിരുന്നത്. അപ്പൊ മാം എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇങ്ങനെയാണ് ഇതിന്റെ കോഴ്സിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ ഞാൻ ഈ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി വന്നു. കോഴ്സ് എടുത്തു. ഇപ്പൊ 2 മാസം പിന്നീട് 2 മാസത്തിലേക്ക് കടന്നു. എന്ത് പറഞ്ഞാലും എന്താ പറയാ, നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഓരോ ക്ലാസ്സും പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു. അതായത് നമുക്ക് എന്താ പറയാ, എന്താണ് എങ്ങനെയാണ് തുടക്കമെന്നോ എങ്ങനെയാണ് ഒടുക്കമെന്നോ അതിന്റെ ഇടയിൽ എന്തൊക്കെ ഉപയോഗിക്കണമെന്നൊക്കെ നല്ല രീതിക്ക് പ്രസന്റേഷൻ ചെയ്യാനുള്ള അനുഭവങ്ങളാണ് ഫൈസൽ സാറൊക്കെ നന്നായി ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അർച്ചന മാം. അപ്പൊ നമുക്കൊരു എങ്ങനെയാണ് ഒരു ഇതേപോലെ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പാലിക്കണം, കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനൊക്കെ കുറെ പഠിച്ചു. ഇനിയും കുറെ പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങളെ ഓരോരുത്തരുടെ ക്ലാസ്സുകളെല്ലാം കേട്ടിട്ടുള്ള അനുഭവത്തിൽ കൂടി കുറെ പഠിക്കാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇന്നിവിടെ നമുക്ക് സെഷൻ എടുക്കാൻ വന്നിട്ടുള്ളത് സൽമാ നൗഫൽ മാം ആണ്. മാം 25th ബാച്ച്, മലപ്പുറം ജില്ലയിലെ വെള്ളൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് മാം വന്നിട്ടുള്ളത്. മാമിന്റെ പ്രൊഫഷൻ ടീച്ചിങ് ആണ്. അതേപോലെ ഡെസിഗ്നേഷൻ വരുന്നത് HOD, KGയുടെ അല്ലെ, HOD ആണ്. അപ്പൊ മാമിന്റെ ഇന്നത്തെ സബ്ജക്ട് വരുന്നത് ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്. മാം അത് നല്ല രീതിയിൽ ചെയ്യുമെന്ന ആത്മവിശ്വാസമുണ്ട്. അപ്പൊ മാം അത് നല്ല രീതിയിൽ ചെയ്യാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. അതേപോലെ മാമിനെയാണ് ഇന്നത്തെ ഈ സെഷനിലേക്ക് ഈ 25th ബാച്ചിലെ സൽമാൻ ഓഫൽ മാമിനെ ഈ ഒരു കോഴ്സ് ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാമിന്റെ എല്ലാം നല്ല രീതിയിൽ എടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സെഷൻ കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാവരെയും ഈ വേദിയിലേക്ക്, ഈ സെഷനിലേക്ക് ഹാർദവം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഈ ഒരു സെഷനിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Girija ma'am, Okay. for introducing me so beautifully. So, good evening, everyone. Good evening. Hope you all are doing well. അപ്പോൾ ഗിരിജ മാം വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിരുന്നാലും ലെറ്റ് മീ സേ അബൌട്ട് മൈസെൽഫ്. ഐ എം സൽമാൻ ഓഫൽ. ഐ എം ഫ്രം വിളിയങ്കോട്, മലപ്പുറം ജില്ലയിലെ വിളിയങ്കോട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു ടീച്ചറാണ്, ഒരു KG സെക്ഷൻ്റെ HOD ആണ്. അതുപോലെ തന്നെ ഒരു ട്രെയിനറും കൂടിയാണ്. ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ് ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ നിഷ് ഏരിയ എന്ന് പറയുന്നത്. ഒരു ടീച്ചർ ആയതുകൊണ്ട് ടീച്ചേഴ്സിൻ്റെ തന്നെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടും അവർക്കുള്ള ട്രെയിനിങ്ങും എടുത്തു കൊടുക്കാനാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. സോ ബിഫോർ ഐ സ്റ്റാർട്ട് മൈ സെഷൻ, I extend my sincere gratitude to Faisal sir and Archana ma'am for providing this wonderful platform for us. Thank you sir and thank you ma'am. So നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം അല്ലേ? നമ്മൾ കുറച്ച് നേരത്തേക്ക് എല്ലാവരും നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകാം. നമ്മൾ വിദ്യാർത്ഥികളായിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടാവും അല്ലേ? നിങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും നിങ്ങൾ ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടാവും അല്ലേ? അതാരാണെന്നും എന്തുകൊണ്ടാണ് ആ ടീച്ചർ ഫേവറേറ്റ് ആയതെന്നും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും.
who is your favorite teacher and why she or he became your favorite teacher? എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുമല്ലോ ഇന്നും ഓർക്കുന്ന, ഇന്നും പല സന്ദർഭങ്ങളിൽ ഓർക്കുന്ന ഒരു ടീച്ചർ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. ഷെൽവിൻ മാം. ഓക്കെ, ഗിരിജ മാമിന്റെ ഫേവറേറ്റ് ടീച്ചർ ഷെൽവിൻ മാം ആണ്. എന്തുകൊണ്ടാണ് ഷെൽവിൻ മാമിന് ഫേവറേറ്റ് ആയത്? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചറെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അപ്പൊ ടീച്ചറെ സത്യം പറഞ്ഞാല് ടീച്ചറെ ആ ഹെയർ സ്റ്റൈലും ടീച്ചറെ സാരി എല്ലാം ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക. പിന്നെ കുട്ടികളുടെ അടുത്തൊക്കെ ടീച്ചർ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഒരാളോട് പാർഷ്യാലിറ്റി ഒന്നുമില്ല, നല്ല രീതിയിൽ പെരുമാറും. അതുകൊണ്ടുള്ള ഒരു ഹാപ്പിയാണ് ക്ലാസ്സില്, ടീച്ചറുടെ ക്ലാസ്സിൽ ഹാപ്പിയാണ്. ഫ്രാൻസിസ് പറയുന്നു ബാലൻസ് മാഷ് ഹീസ് എ ഡെഡിക്കേറ്റഡ് ടീച്ചിങ് അല്ലെ, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു മാഷിനെയാണ് ഫ്രാൻസിസ് സർ പറഞ്ഞിട്ടുള്ളത്. രാജശ്രീ മാമിന്റെ സൂസൻ ടീച്ചറാണ്. സൂസൻ ടീച്ചർ എന്തുകൊണ്ടാണ് ഫേവറേറ്റ് ആയത് രാജശ്രീ മാം? ഹലോ രാജശ്രീ മാം, സൂസൻ ടീച്ചറാണ് ഫേവറേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞു. മ്യൂട്ടായിരുന്നു. എന്താന്ന് ചോദിച്ചാ ടീച്ചറിന്റെ ആ ഒരു പേഴ്സണാലിറ്റി, ഹെയർ സ്റ്റൈല്, പിന്നെ ടീച്ചിങ് ചെയ്യുന്ന സ്റ്റൈല് ആവശ്യത്തിന് മാത്രമേ കോപിക്കത്തുള്ളായിരുന്നു. എല്ലാരും ഒരുപോലെ സ്നേഹിച്ചു, ഒരുപോലെ കണ്ട് ഒരു ടീച്ചറാണ് അല്ലെ. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു ആൻസറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ടീച്ചറിന്റെ the way she comes, the way she treat the teacher, the way she or he speak with the children, ഇതെല്ലാം ഒരു ഫാക്ടർ ആണല്ലേ. അതായത് ഈ ടീച്ചേഴ്സിന്റെ ഒക്കെ ക്ലാസ്സിൽ നമ്മൾ ഹാപ്പിയാണ് അല്ലെ. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമാവാനുള്ള ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത്. സോ മൈ ടോപ്പിക് ഈസ് എ ഹാപ്പി ടീച്ചർ ക്രിയേറ്റ്സ് എ ഹാപ്പി ക്ലാസ് റൂം. ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുക എന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് വളരെ എളുപ്പമാക്കാൻ കഴിയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലെ. ഒരു സന്തോഷമുള്ള ക്ലാസ് റൂമിലാണ് നല്ല ഔട്ട്കം ഉണ്ടാവുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോ ഒരു ടീച്ചർ ക്ലാസ്സിൽ വരുന്നത് മുതൽ അതിനെ നമുക്ക് ആലോചിക്കാം അല്ലെ. ഒരു ക്ലാസ്സിൽ ടീച്ചർ വളരെ ഹാപ്പി ആയി വന്ന് നല്ല രീതിയിൽ കുട്ടികളെ ഗ്രീറ്റ് ചെയ്ത് അവരെ വെൽക്കം ചെയ്ത് അവരെ ഇന്ററാക്ട് ചെയ്തിട്ടൊക്കെ തുടങ്ങുന്ന ഒരു ക്ലാസ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്ലാസ് റൂമിന്റെ അന്തരീക്ഷം തന്നെ അവർക്ക് മാറ്റിമറിക്കാൻ കഴിയും അല്ലെ. കുട്ടികളൊക്കെ സ്നേഹത്തോടെ ടീച്ചറുടെ ക്ലാസ് കേൾക്കുവാനും ടീച്ചറുടെ ക്ലാസ്സിൽ എന്താണ് പറയുന്നതെന്ന് ഉൾക്കൊള്ളുവാനും വളരെ പെട്ടെന്ന് തന്നെ കഴിയുമെന്നതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. നമ്മളുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ എടുക്കുന്ന സബ്ജക്റ്റ് ആണ്. അത് എത്ര ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയാലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ഏത് സബ്ജക്റ്റ് ആണോ എടുക്കുന്നത് അതായിരിക്കും നമ്മളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ലെ. അത് പഠനത്തെ എത്രത്തോളം എളുപ്പമാക്കി കൊടുക്കുന്നു, ഒരു ടീച്ചർ എത്രത്തോളം എളുപ്പമാക്കി കൊടുക്കുന്നോ അതാണ് കുട്ടികൾക്ക് ഏറ്റവും സന്തോഷമായിട്ട് പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുള്ളൂ അല്ലെ. നേരെ മറിച്ച് നമ്മൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഒരു വടിയൊക്കെ പിടിച്ചു വന്ന് ടീച്ചർ വന്നാൽ തന്നെ കുട്ടികളെല്ലാവരും മിണ്ടാതെ ഇരുന്നോളും, ക്ലാസ്സിൽ അടങ്ങിയിരുന്നോളും അല്ലെ. ടീച്ചറോടുള്ള പേടി കൊണ്ടാണത്. വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ആരാന്ന് ഇവിടെ ഹോംവർക്ക് ചെയ്യാത്തത് ആരാണ്, ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ ചോദിച്ചു, അവരെ 2 വഴക്കൊക്കെ പറഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ്സിന്റെ കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയറെ മാറി, കുട്ടികളൊക്കെ പേടിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ടീച്ചർ എന്ത് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ഒരു 25 കുട്ടികളിൽ 20 കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ അവർ മനസ്സിലായില്ലെങ്കിലും എന്ത് പറയും? മനസ്സിലായി മിസ്സേ, മനസ്സിലായി ടീച്ചർ അവർ പറയും. കാരണം എന്താണ്? അവർക്ക് ഈ ക്ലാസ് എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടുവാനാണ് അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടീച്ചർ ക്ലാസ്സിൽ എങ്ങനെ വരുന്നു എന്നത് പോലും കുട്ടികളുടെ പഠനവുമായിട്ട് കണക്റ്റഡ് ആണ് എന്നതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യരെന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്പീഷീസ് ആണ്. നമ്മൾ സുരക്ഷിതരായിരിക്കുമ്പോഴും മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോഴുമാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കാനും ഏറ്റവും നന്നായി പഠിക്കുവാനും കഴിയുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു ഹാപ്പി ക്ലാസ് റൂമിലാണ് ഹാപ്പി ചിൽഡ്രനും ഹാപ്പി ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആ പഠനം അവിടെ മനോഹരമായി നടക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയൊക്കെ നമുക്ക് ഈ ക്ലാസ് റൂം ഹാപ്പി ആക്കാം എന്നതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
5 ആറുകളാണ്, 5 hours ആണ് ഒരു ഹാപ്പി ക്ലാസ് റൂമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് റിലേഷൻഷിപ്പ് ആൻഡ് റാപ്പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലെ? ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ക്ലാസ്സിൽ വരുന്ന ടീച്ചർ വളരെ ഭംഗിയായി കുട്ടികളെ ഗ്രീറ്റ് ചെയ്യുകയും അവരോട് വെൽക്കം ചെയ്ത് അവരോട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ക്ലാസ്സിന്റെ ഒരു ഗതി തന്നെ മാറും, അല്ലെ? ഒരു ഇന്ററാക്ഷൻ, ഈ ക്ലാസ് ഇന്ററാക്ഷൻ, നമ്മുടെ ടോപ്പിക് തുടങ്ങുന്നതിന് മുന്നേ ഈ ഇന്ററാക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതായത് കുട്ടികളുമായിട്ട് സംസാരിച്ചെടുക്കുമ്പോൾ പഴയ നോളേജ്, പ്രീവിയസ് നോളേജ് നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ എടുക്കാൻ പോകുന്ന കണ്ടന്റിനെ പറ്റിയിട്ട് അവർക്ക് നമ്മൾ ചോദിച്ചറിയാം. ഈ സമയത്ത് എന്താണ്, കുട്ടികൾക്ക് തങ്ങളിൽ ഉള്ള അറിവുകളെല്ലാം പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ക്ലാസ് എടുക്കുമ്പോഴും ഹാപ്പി ആയി വന്ന് കുട്ടികളെ ഗ്രീറ്റ് ചെയ്ത് അവരെ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് അവരുമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവർക്ക് എത്രത്തോളം നമ്മളുടെ ഈ പറയാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് അറിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ക്ലാസ്സിൽ കയറി വന്ന് ഒരു ലെക്ചറിങ് പോലെ, ഒരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് പോലെ നമ്മൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ക്ലാസ് വളരെ ബോറാവുകയും കുട്ടികൾ അലസരായിട്ട് ഇരിക്കുകയും അവരുടെ അറ്റൻഷൻ നമുക്ക് ഒരിക്കലും സീക്ക് ചെയ്യാൻ നമുക്ക് കഴിയില്ല, അല്ലെ? അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആൻഡ് റാപ്പോർട്ട് എന്നുള്ളതാണ്, അല്ലെ? അതായത് നിങ്ങളുണ്ടെങ്കിൽ ഞാനുള്ളൂ, നമ്മളുണ്ടെങ്കിൽ ലോകമുള്ളൂ. Okay, so happy classroom is built on positive relationship and sense of belonging. So that is the first point, relationship and rapport. Okay, second point എന്ന് പറയുന്നത് routine ആണ്. The second R is routine. Routine എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലായിടത്തും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും ഫോളോ ചെയ്യാനുണ്ടാവും, അല്ലെ? ഏതൊരു മേഖലയിലും നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് റൂമിലും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ടീച്ചർക്ക് ഇഷ്ടമുള്ള റൂൾസ് റെഗുലേഷൻസും എഴുതി അവിടെ കൊണ്ടുവന്ന് വെച്ച് കുട്ടികളെ അതിൽ ഇമ്പോസ് ചെയ്യുന്നതിന് പകരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് കുട്ടികളുമായി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ ഓരോ കുട്ടിക്കും ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് തന്നെ ഉണ്ടാവും, അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? ഇപ്പൊ അതായത് റൂൾസ് നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ വന്ന് പറയണം, നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഒരു ക്ലാസ്സിൽ വന്നാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ പറയും, അതെ, ബി ഓൺ ടൈം മാം, നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ടൈമിൽ എത്തണം ക്ലാസ്സിൽ. അപ്പൊ അതൊരു റൂളായിട്ട് നമുക്ക് അവിടെ വെക്കാം. അപ്പൊ എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം? ടൈമിന് എത്തേണ്ടത് എന്താണ് എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് മനസ്സിലാവുകയാണ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം കുട്ടികൾ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്. സമയം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. 2, നമുക്ക് യൂണിഫോം കറക്റ്റ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് ധരിക്കണം. അത് നെക്സ്റ്റ് റൂളായിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെ? അപ്പൊ അതിൽ നിന്ന് കുട്ടികൾ എന്ത് മനസ്സിലാക്കും? അതായത് കുട്ടികളാണ് ഇത് പറയുന്നത്. കുട്ടികൾ എന്ത് മനസ്സിലാക്കും? അതെ, ഞാൻ വളരെ നീറ്റായിട്ട് വരുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ക്ലാസ് റൂമിൽ യൂണിഫോം ആക്കിയിട്ട് നീറ്റായി വരുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കും. സോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാം, അല്ലെ? ഇപ്പോ കീപ് യുവർ ക്ലാസ് റൂംസ് നീറ്റ് ആൻഡ് ടൈഡി, അത് നമുക്ക് കുട്ടികൾ തന്നെ പറയാം, അല്ലെ? ക്ലാസ് റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പൊ അത് കുട്ടികൾ പറഞ്ഞാലുള്ള ഗുണം എന്താണ്? എപ്പോ ക്ലാസ് റൂം വൃത്തികേടായി കഴിഞ്ഞാലും അത് നീറ്റാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അവരുടെ ഉള്ളിലുണ്ടാവും, അല്ലെ? എന്നിട്ട് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് അവരുടെ ജീവിതത്തിലെ ഒരു റൂട്ടീനാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഓക്കെ, സോ സെക്കൻഡ് പോയിന്റ് ടു മേക്ക് എ ക്ലാസ് റൂം ഹാപ്പി ഈസ് റൂട്ടീൻ. അങ്ങനെ നമ്മൾ കുട്ടികളുമായി ഡിസ്കസ് ചെയ്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്ത് നമുക്കൊരു റൂട്ടീനൊക്കെ ആയിട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഹാപ്പി ആയി അത് ഫോളോ ചെയ്യാനും അവരിൽ തന്നെ ആ ഒരു ചെറിയ ശീലങ്ങൾ വലിയ വലിയ വിജയങ്ങളായിട്ട് മാറാനും സാധിക്കും. ഓക്കെ, സോ സെക്കൻഡ് R is routine. So first one is relationship and rapport. Second one is routine. And the third one is room. The third R is room. അതായത് ആ ഒരു 4 ചുവരുള്ള ഒരു റൂം, ഒരു ക്ലാസ് റൂം എത്ര ഭംഗിയായിട്ട് ഇരിക്കുന്നോ അത്രയും എനർജറ്റിക്കും ഹാപ്പി ആയിരിക്കും കുട്ടികൾ ആ ക്ലാസ് റൂമിൽ ഉണ്ടാവാം, അല്ലെ? നല്ല ക്ലാസ് റൂം, നല്ല പഠനാന്തരീക്ഷം ഉണ്ടാകും.
നല്ല വിൻഡോസ്, അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ച് വെച്ച് നല്ല ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉള്ള ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾ ഹാപ്പി ആയിട്ടിരിക്കുവാനും പഠിക്കുവാനും സാധിക്കും അല്ലെ. ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർക്ക് എല്ലാ കുട്ടികളിലേക്കും എത്തിച്ചേരാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ എല്ലാ കുട്ടികളുടെയും അടുത്തേക്ക് എത്തിച്ചേരാനും ആ ഒരു സ്പേഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയും അല്ലെ. സോ ദ തേർഡ് ഫാക്ടർ ടു മേക്ക് എ ക്ലാസ് റൂം ഹാപ്പി ഇസ് റൂം. നല്ല റൂം, നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കുക, നല്ല വായു ഒക്കെ കിടക്കുന്ന വിൻഡോസ് ഒക്കെ ഉണ്ടായിട്ട് നല്ല റൂമായിരിക്കാം, കുട്ടികൾക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കാം, ടീച്ചേഴ്സിന് ഒബ്സർവ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഹാപ്പി ക്ലാസ് റൂമിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് റീഇൻഫോഴ്സ്മെന്റ്. വാട്ട് ഇസ് ദിസ് റീഇൻഫോഴ്സ്മെന്റ് മീൻസ്? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം. ഒരു കുട്ടി ഏതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവരെ ഓണർ ചെയ്യാനും നമ്മൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്താണ് ഗുണം? അവർക്ക് വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണയാണ് ഈ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അത് പഠിക്കുന്ന പിള്ളേർക്കും ആൻസർ പറയുന്ന പിള്ളേർക്കും മാത്രമല്ല, ഒരു ചെറിയ നല്ല കാര്യം, ഇപ്പൊ ഒരു താഴെ കിടക്കുന്ന ഒരു വേസ്റ്റ് എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി ഇടുന്ന കുട്ടിക്കും കൊടുക്കണം നമ്മൾ എന്ത്? ക്ലാപ്പ് അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ അവർക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലെ. യെസ്, ഞാൻ എന്തോ നല്ലൊരു കാര്യം ചെയ്തു എന്നൊരു തോന്നലുണ്ടാവുകയും വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അവരെ പ്രേരിപ്പിക്കാം അല്ലെ. ഇപ്പൊ ഒരു കുട്ടിയെ, ഒരു ലഞ്ച് കൊണ്ടുവരാത്ത കുട്ടിക്ക് മറ്റു കുട്ടികൾ ഷെയർ ചെയ്ത് കൊടുത്തു അല്ലെ, അവിടെ നമ്മളൊരു നല്ലൊരു വാല്യൂ ആണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. കൺഗ്രാജുലേറ്റ് ചെയ്ത് ഓക്കെ, നല്ല കുട്ടി കേട്ടോ, ദിസ് ഇസ്. അപ്പൊ അവിടെ നമ്മളൊരു വാല്യൂ, ഒരു ലെസൺ ആണ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ കുട്ടികളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ തന്നെ നമുക്ക് കുട്ടികളിൽ കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ ഈ KG ക്ലാസ്സിലൊക്കെ ഒരു സ്റ്റാറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. എന്ത് ചെയ്താലും, എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റാർ, ആ ഒരു സ്റ്റാർ കിട്ടാൻ വേണ്ടി കുട്ടികൾ വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ മെല്ലെ മെല്ലെ അത് അവർക്കൊരു ഹാബിറ്റ് ആയിട്ട് മാറും. സോ ഒരു കുഞ്ഞ് സ്റ്റാർ മതി ഒരു കുട്ടിക്ക് സന്തോഷം ഉണ്ടാക്കാനും സന്തോഷത്തോടെ പഠിക്കാനും കഴിയാൻ ഒരു കുഞ്ഞ് സ്റ്റാർ മതി. അപ്പൊ ഇത്തരം കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ, കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ദ ഫോർത്ത് പോയിന്റ്, ദാറ്റ് ഇസ് റീഇൻഫോഴ്സ്മെന്റ്. അതിലൂടെ കുട്ടികൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ശീലമാക്കാനും ഈ പ്രോത്സാഹനം അവരെ സഹായിക്കും. അതുപോലെ അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഭംഗിയായി ചെയ്യാനും അതിലും ഭംഗിയായിട്ട് ചെയ്യാനും ഇത്തരം പ്രോത്സാഹനങ്ങൾ അവരെ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെ നമുക്ക് ഒരു ഹാപ്പി ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം. ദ ഫോർത്ത് പോയിന്റ് വാസ് reinforcement. And the last point to make a classroom happy is relevance and rigor. നമ്മളെ ടോപ്പിക്ക് നല്ല റെലവെന്റ് ആയിട്ട്, നമ്മൾ എന്ത് ടോപ്പിക്കാണോ ഒരു ടീച്ചർ ക്ലാസ്സിൽ എടുക്കുന്നതെങ്കിൽ അത് വളരെ റെലവെന്റ് ആയിട്ട് കുട്ടികളുടെ ലൈഫുമായിട്ട് മാക്സിമം നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ there we create a good classroom. Okay, there we create a good learning outcome. അതായത് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കുമായിട്ട് നമ്മൾ തന്നെ ഒന്ന് അതിന് പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്കത് കുട്ടികളുടെ ലൈഫ് എക്സ്പീരിയൻസസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുമ്പോൾ കുട്ടികൾക്ക് അത് പെട്ടെന്ന് തന്നെ ഗ്രഹിച്ചെടുക്കാൻ കഴിയും അല്ലെ. അപ്പൊ നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരു സറൗണ്ടിങ്ങുമായി നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല മെത്തഡോളജീസ് ഒക്കെ യൂസ് ചെയ്ത് അവർക്ക് വിഷ്വലൈസ് ചെയ്ത് അത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ, വളരെ നമ്മൾ ഒരുപാട് ലെക്ചർ എടുത്ത് കൊടുക്കുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്ക് അത് പഠിച്ചെടുക്കാൻ കഴിയും അല്ലെ. സോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ നമുക്ക് കിട്ടാൻ എളുപ്പമാണ് അല്ലെ. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എന്ന് പറയുന്നത് അറ്റൻഷൻ സ്പാന് വളരെ കുറവായിരിക്കും. അപ്പൊ കുട്ടികളുടെ അറ്റൻഷൻ കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയ ഒരു ടാസ്ക് തന്നെയാണ്
അല്ലെ? ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം അത് വലിയൊരു ടാസ്ക് തന്നെയാണ് കുട്ടികളുടെ അറ്റൻഷൻ കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുട്ടികളുടെ അറ്റൻഷൻ കിട്ടേണ്ട രീതിയിൽ നമ്മൾ ക്ലാസ്സസ് എടുക്കുമ്പോൾ, അതായത് കുട്ടികളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക, ചുറ്റും കാണുന്നതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുക, അതുപോലെ തന്നെ നല്ല വിഷ്വലൈസ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള മെത്തഡോളജീസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ് റൂം ഹാപ്പി ആക്കാൻ കഴിയും. ഓക്കെ, സോ ഈ 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു ക്ലാസ് റൂം ഹാപ്പി ആക്കുന്ന 5 ഫാക്ടേഴ്സ്. വാട്ട് വാസ് ദാറ്റ്? ഫസ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ആൻഡ് റാപ്പോർ. സെക്കൻഡ് വൺ, റൂട്ടീൻ. തേർഡ് വൺ, റൂം. And fourth one, reinforcement. And the fifth one, relevant and rigor. ഈ 5 ആറുകളാണ് ഒരു ക്ലാസ് റൂം ഹാപ്പി ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു ടീച്ചർ എന്നത്, എ ടീച്ചർ to student is like a raindrop to a field. അപ്പൊ ഈ 5 കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം? ഒരു ടീച്ചർ വിചാരിക്കണം. നല്ലൊരു ക്ലാസ് റൂമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ടീച്ചർ തന്നെയാണ്. ഒരു ക്ലാസ്സിന്റെ സക്സസ്, ഒരു ക്ലാസ്സിന്റെ അറ്റ്മോസ്ഫിയർ, കുട്ടികളുടെ പ്രോഗ്രസ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ടീച്ചേഴ്സാണ്. ഇവര് വന്നില്ല. ഇന്ന് തിങ്കളാണ്. നേരത്തെ എക്സ്ക്യൂസ് മീ സർ, ഈ ട്രാൻസ്ഫർ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, അപ്പൊ എത്ര നല്ല സിലബസ് ഉണ്ടായിട്ടും എത്ര നല്ല ടെക്നോളജി ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു ക്ലാസ്സിനെ മികച്ചതാക്കാനും കുട്ടികളുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് പുറത്തെടുക്കാനും അവരെ മനസ്സിലാക്കാനും അവരെ മോൾഡ് ചെയ്യാനും കഴിയുന്നത് ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനുമായിട്ടുള്ള ഒരു ടീച്ചർക്ക് മാത്രമാണ്. കുട്ടിയുടെ ഭാവി എന്തായി തീരണമെന്ന് രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകന്റെ സ്ഥാനം മറ്റൊരാൾക്കും നമുക്ക് പകരം വയ്ക്കാനാവില്ല, അല്ലെ? ഒരു ടീച്ചർക്ക് അവരെടുക്കുന്ന സബ്ജക്റ്റ് മേക്ക് ചെയ്യാനും കഴിയും, ബ്രേക്ക് ചെയ്യാനും കഴിയും, അല്ലെ? നന്നായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മേക്ക് ചെയ്യാനും കഴിയും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് ബ്രേക്ക് ചെയ്യാനും കഴിയും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് ഞാനൊരു ടോപ്പിക്ക് ക്ലാസ് എടുക്കുകയാണ്. ഓക്കെ, ഐ ആം ഗോയിങ് ടു ടേക്ക് അബൌട്ട് ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ഐ എം ഗോയിങ് ടു ടേക്ക് അബൌട്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്നിട്ട് ഞാൻ വന്നിട്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് എ നെറ്റ് ഫോഴ്സ് that act on an object moving in a circular path, continuously directing it towards the center of the trajectory. Meaning, center seeking in Latin, it's not a fundamental force of nature itself, but rather a role played by the existing forces like gravity, friction, or tension. By constantly pulling the object inward, it changes the direction of motion without necessarily altering its speed. And the magnitude of the force is calculated using the formula Fs is equal to mv square by r എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ലെക്ചർ ഒക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ബോർഡിൽ നോട്ട് എഴുതി കൊടുത്തു. വാട്ട് ഇസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, വാട്ട് ഇസ് ദ ഫോർമുല ഓഫ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 25 കുട്ടികളുള്ള ക്ലാസ്സിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ സെൻട്രിപെറ്റൽ ഫോഴ്സ് എത്ര പേർക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും? ഒരു 25 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്സിൽ എത്ര? നിങ്ങൾക്കൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നൺ. യെസ്, അർച്ചന മാം പറഞ്ഞു നൺ, അല്ലെ? ഇനി അത് കമന്റ്സ്? നോ വൺ ക്യാൻ. അപ്പൊ അതാണ് നമ്മൾ കൊടുക്കുന്ന ലെക്ചർ. പക്ഷെ എത്ര മനോഹരമായിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയും എന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അല്ലെ? സെൻട്രിപെറ്റൽ ഫോഴ്സിന് നമുക്ക് എക്സാമ്പിൾസ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയും, അല്ലെ? അപ്പോൾ ഒരു ടോപ്പിക്കിനെ നമുക്ക് ടീച്ചേഴ്സിന് മേക്ക് ചെയ്യാനും കഴിയും, ബ്രേക്ക് ചെയ്യാനും കഴിയും. സോ ഒരു ടീച്ചർ വിചാരിക്കണം എങ്ങനെ ക്ലാസ് എടുക്കണം, ആ ടോപ്പിക്ക് ഞാൻ എങ്ങനെ അതിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഒരു ടീച്ചറാണ് അതിൻ്റെ ഒരു ബാക്കിൽ വർക്ക് ചെയ്യേണ്ടത്, അല്ലെ? ഒരു പാഷനേറ്റ് ആയിട്ടുള്ള, ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചർക്കാണ് ഇത്തരം ഗുഡ് ക്ലാസ് റൂംസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, തീർച്ചയായിട്ടും. അപ്പൊ എനർജറ്റിക് ആയി ഹാപ്പി ആയി വരുന്ന ടീച്ചേഴ്സിന് ക്ലാസ്സസിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെ തന്നെ ഉണർത്താൻ കഴിയും, അല്ലെ? എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പഠനത്തോടുള്ള താല്പര്യവും വർദ്ധിക്കും എന്നതാണ് പഠനം, അല്ലെ? കുട്ടികളുടെ ടീച്ചേഴ്സ് എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നോ നമ്മളുടെ ടെൻഷൻസും കാര്യങ്ങളും എല്ലാവരും മനുഷ്യരാണ്. എല്ലാ ടീച്ചേഴ്സും ആ സ്കൂളിന്റെ പടി കയറി വരുമ്പോൾ ആ ടെൻഷനും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ച് ഞാൻ വരുന്നത് എന്നെ കാണാനും എന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും വരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് മുന്നിലാണെന്ന് ചിന്തിച്ച്
അവരിലേക്ക് കടന്നു വന്ന് അവരുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിന്റെ മൊത്തം അറ്റ്മോസ്ഫിയർ മാറും അല്ലെ. കുട്ടികൾ ഹാപ്പിയാണ്, ടീച്ചർ ഹാപ്പിയാണ് അല്ലെ. ഒരു കുട്ടി തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ആ തെറ്റുകൾ ചെയ്തത് അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ അത് തിരുത്തി കൊടുക്കുവാനും ചെറിയ ചെറിയ അവരുടെ കാര്യങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും എത്ര മനോഹരമായിരിക്കും ക്ലാസ് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും അല്ലെ. വളരെ കേട്ട് പരിചയമുള്ള ഒരു കഥയുണ്ട് അല്ലെ, ഒരു വാച്ചിന്റെ കഥ അല്ലെ. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പുതിയ വാച്ചൊക്കെ കെട്ടി വന്നു, എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, അധ്യാപകർക്കും കാണിച്ചു കൊടുത്തു. എൻ്റെ അച്ഛൻ വാങ്ങിച്ചെന്ന വാച്ചാണ്, എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കയ്യിൽ വാച്ചില്ല. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കഥ, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. കുട്ടിയുടെ കയ്യിൽ വാച്ചില്ല അല്ലെ. കുട്ടി അധ്യാപകനോട് പോയി പറഞ്ഞു, സർ എൻ്റെ വാച്ച് കാണാനില്ല, ഞാൻ ഇന്ന് രാവിലെ കെട്ടി വന്നതാണ്, എൻ്റെ വാച്ചിന്റെ കളർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ ആരും തന്നെ ആരാ വാച്ച് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കുട്ടി എണീച്ചെന്ന് പറയാമോ, സർ ഞാനാണ് വാച്ച് എടുത്തതെന്ന്? ഇല്ല, ഒരാളും പറയില്ല. ടീച്ചർ എന്താണ് ചെയ്തത്? ടീച്ചർ തുണി കൊണ്ടുവന്ന് എല്ലാ കുട്ടികളുടെയും കണ്ണ് കെട്ടിക്കൊടുത്തു അല്ലെ. കണ്ണ് കെട്ടിക്കൊടുത്തുകൊണ്ട് ടീച്ചർ എല്ലാ കുട്ടികളെയും ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ ഒരു കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ടീച്ചർക്ക് വാച്ച് കിട്ടി. ടീച്ചർ എന്താ ചെയ്തത്? കണ്ണിന്റെ കെട്ടഴിക്കുന്നതിന് മുന്നേ അതതിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ വെച്ചു കൊടുത്തു അല്ലെ. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? എന്നിട്ടാണ് ആ ടീച്ചർ കണ്ണിന്റെ കെട്ടഴിച്ചു കൊടുത്തത്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? അവിടെ ആ കുട്ടിക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് അല്ലെ. കുട്ടിയെ ഒരു തെറ്റ് ചെയ്തത് കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക അല്ലെ. അല്ലാതെ ടീച്ചർക്ക് വന്നിട്ട് എല്ലാവരും പോക്കറ്റ് നോക്കിയോ ഇവനാണ് കള്ളൻ അല്ലെങ്കിൽ ഇവളാണ് കള്ളൻ എന്ന് പറഞ്ഞ് 4 ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് അവിടെ ആ ടീച്ചർ തടഞ്ഞത്. അപ്പൊ ഇതിലൂടെ ഈ കുട്ടിക്ക് ഇവിടെ ഇപ്പൊ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആരാണ് വാച്ച് എടുത്ത് കൊണ്ടുപോയതെന്ന്. ഒരാൾക്ക് പോലും ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇല്ല. അപ്പൊ ടീച്ചർ വളരെ ഭംഗിയായിട്ട് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ സിറ്റുവേഷൻ ടീച്ചർ ഹാൻഡിൽ ചെയ്ത് ഒരാൾക്കും തന്നെ മനസ്സിലായില്ല. ടീച്ചർ സ്വകാര്യത്തിൽ ഈ കുട്ടിയെ വിളിച്ച് കുട്ടിയെ ഉപദേശിക്കാം അല്ലെ, നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ, അത് തെറ്റാണ്. ആ കുട്ടി എത്ര ഭംഗിയായിട്ട് അത് ഗ്രഹിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ ചെയ്തത് തെറ്റാണ് എന്നും ഇനി അത് ചെയ്യാതിരിക്കാനുള്ള ഒരു പാഠമാണ് ഇതെന്നും കുട്ടിക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. സോ ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിനെ നന്നാക്കാൻ കഴിയുന്നതും ടീച്ചർക്കാണ്, മോശമാക്കാൻ കഴിയുന്നതും ടീച്ചർക്കാണ് അല്ലെ. കാരണം കുട്ടികളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. 4 വയസ്സ് വരെ അമ്മ അച്ഛൻ എന്നൊരു ലോകവും മാത്രം കണ്ടുകൊണ്ടിരുന്ന കുട്ടി 4 വയസ്സ് മുതൽ തൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം ചെലവഴിക്കുന്നത് ടീച്ചേഴ്സിന്റെ കൂടെയാണ്. അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, അവരുടെ സോഷ്യൽ ഹെൽത്ത്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ടീച്ചേഴ്സിലൂടെയാണ്. അവരെന്തായി തീരണമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മളാണ് അല്ലെ. അപ്പോൾ നമ്മളൊരു ടീച്ചർ ആയിരിക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നോ യുവർ ചൈൽഡ്, ട്രസ്റ്റ് ബിഫോർ യു ടെസ്റ്റ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കുട്ടികളെ ട്രസ്റ്റ് ചെയ്യാം, അവരായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ബിഫോർ യു കറക്റ്റ്. കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവരായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ അവരുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. ഓരോ കുട്ടികളും എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ടീച്ചർക്ക് എന്താ വേണ്ടത്? അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. ഒരു പഠനം എന്നത് ഭാരമായിട്ട് മാറാതെ കളിയിലൂടെയും സന്തോഷത്തിലൂടെയും ഫണ്ണായിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നല്ല ഔട്ട്കം കിട്ടുന്നു എന്നാണ് റിസർച്ച് തെളിയിക്കുന്നത് അല്ലെ. ഒരു കുട്ടി ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ ആ ഒരു സബ്ജക്റ്റ്, അത് എത്ര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആവട്ടെ, ആ കുട്ടിക്ക് അത് ഈസി ആക്കാനും ആ ടീച്ചറോട് സ്നേഹം കാണിക്കാനും കുട്ടിക്ക് കഴിയും അല്ലെ. നമ്മൾ പേടിയോടുകൂടെ കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ പേടിയോട് കൂടി ഇരിക്കുന്നതാണെങ്കിൽ ഒരു സംശയം പോലും ചോദിക്കാൻ ആ കുട്ടിക്ക് കഴിയോ? ഇല്ല. ഒരു സംശയം ചോദിക്കാനോ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനോ ഉള്ള ധൈര്യം ആ കുട്ടിക്ക് ഉണ്ടാവില്ല
അല്ലെ? അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് കുട്ടികൾക്ക് സ്പേസ് ആണ്. അവർക്ക് നമ്മളോട് ഇന്ററാക്ട് ചെയ്യാനും അവർക്ക് സംശയങ്ങൾ എണീറ്റ് നിന്ന് ആത്മവിശ്വാസത്തോടു കൂടെ സംശയങ്ങൾ ചോദിക്കുവാനും നമ്മൾ കൊടുക്കേണ്ടത് അവർക്കുള്ള ഒരു കണക്ഷനാണ്, ആ ഒരു സ്പേസ് ആണ് നമ്മൾക്ക് കൊടുക്കേണ്ടത്, അല്ലെ? അപ്പൊ ഹാപ്പി ടീച്ചേഴ്സിനാണ് ഹാപ്പി ക്ലാസ് റൂം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, തീർച്ചയായിട്ടും. അപ്പോ എൻ്റെ അമ്മയേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ടീച്ചറാണ് എന്ന് കുട്ടികൾ പറഞ്ഞ, കുഞ്ഞു കുട്ടികൾക്ക് പറയാൻ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അവാർഡ് യു ക്യാൻ എവർ ഗിറ്റ് ഇൻ യുവർ ലൈഫ്, അല്ലെ? എനിക്ക് എൻ്റെ അമ്മയേക്കാൾ ഇഷ്ടം എൻ്റെ ടീച്ചറെയാണ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കോംപ്ലിമെന്റ് ആണ്, അല്ലെ? സോ ലെറ്റ് us വർക്ക് ടുഗെദർ ടു മേക്ക് എ ഹാപ്പി ക്ലാസ് റൂം. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാനൊരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കൊച്ചു കുട്ടി, KG പഠിക്കുന്ന ഒരു കുട്ടി, തൻ്റെ ബർത്ത്ഡേക്ക് തനിക്ക് തൻ്റെ മിസ്സിന്റെ കൂടെ കേക്ക് കട്ട് ചെയ്താൽ മതി, അമ്മ അടുത്ത് നിന്ന് പാട്ട് പാടിയാൽ മതി എന്ന് പറയുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. എന്റെ സ്ക്രീന് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് മാമിനെ കാണുന്നുണ്ട്, സ്ക്രീനായിട്ട് കാണുന്നില്ല. എന്നെ മാത്രമാണോ കാണുന്നത്? അതെ അതെ. ഇപ്പൊ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല മാം. ഷെയർ സ്ക്രീന്. ഇപ്പൊ കാണാവോ? ഇല്ലല്ലോ, ഇല്ല കാണുന്നില്ല. കാണുന്നില്ല. സൽമാൻ മാമിനെ മാത്രമേ കാണുന്നുള്ളൂ. ഓ, സ്ക്രീന് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. മാം എന്നെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ രചന മാം? നോ സൽമ മാം. എന്താ കാണിക്കുന്നേ? ഒരു കൊച്ചു വീഡിയോ അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. ആ. ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോ എന്താണ് സ്ക്രീനിൽ, മാമിന്റെ സ്ക്രീനിൽ കാണിക്കുന്നത്? സൈറ്റ് വിൽ ഓൾസോ ഏബിൾ ടു കണ്ടന്റ് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ സ്ക്രീന് ഒരു ടിക്ക് മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒന്നും അതിൽ വരുന്നില്ല ഷെയർ സ്ക്രീൻ കൊടുക്കുമ്പോൾ. ഓക്കെ, ഇനി എനിക്ക് സ്ക്രീന് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. മാഡം സ്റ്റാർട്ട് ഷെയറിംഗ് ആണോ ചെയ്യുന്നത്? സ്റ്റാർട്ട് ആ, ഷെയർ സ്റ്റാർട്ട് ഷെയറിംഗ് ആണ്, പക്ഷെ അത് ഇനേബിൾ ആവുന്നില്ല. അതില് മറ്റുള്ള വിൻഡോസ് കാണിക്കുന്നുണ്ടോ? മറ്റുള്ള ഒന്നും കാണിക്കുന്നില്ല? ഫോട്ടോസ്, സൂം, വൈറ്റ് ബോർഡ്സ്, ഇമേജ് ഫയൽസ് ഒന്നും കാണിക്കുന്നില്ല? ഷെയർ ക്യാമറ ഒന്നും മാത്രമാണ് കാണിക്കുന്നില്ല? കാണിക്കുന്നത്. ഇപ്പൊ കാണാവോ? യെസ്. ആ ഇപ്പൊ കാണുന്നുണ്ട്.
ഓക്കെ യെസ് യെസ് ഓക്കെ മാം. അപ്പോൾ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവേ. പിക്ചർ കാണുന്നുണ്ടോ? ഈ ശബ്ദം മാത്രമേ കേൾക്കൂ. ശബ്ദം മാത്രമേ വോയിസ് കേൾക്കുന്നുള്ളൂ, മാത്രമേ പിക്ചർ ഉള്ളൂ. കാണുന്നില്ല. വോയിസേ മാഡത്തിന്റെ ഉള്ളൂ. നെറ്റ്വർക്ക് സ്ലോ ആണോ അതുകൊണ്ടാണോ? കാണുന്നില്ല അല്ലേ? സ്ക്രീന് കാണുന്നില്ല അല്ലേ? ഇല്ല ഇല്ല. സ്ക്രീനിൽ കാണുന്നില്ല. ഓഡിയോ മാത്രമേ ഉള്ളൂ. ആണല്ലേ? ഇതില് യുവർ സ്ക്രീൻ ഷെയറിംഗ് കാണുന്നുണ്ട്. ഒന്നും കൂടെ പ്ലേ ചെയ്ത് നോക്കണോ? ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പൊ കാണാവോ? ഇല്ല, സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. സൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ? ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം. എൻ്റെ സ്ക്രീനിൽ മെസ്സേജ് വന്നിട്ടുണ്ട് സ്ക്രീൻ ഷെയറിംഗ് ഉണ്ടെന്ന്. പക്ഷേ അത് എന്താണെന്ന് അറിയില്ല ഇനി. നാഹിദ എന്തോ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടല്ലോ. ചൂസ് എൻറ്റയർ സ്ക്രീൻ ഷെയറിംഗ്, യു ചൂസ് വിൻഡോസ്. ഓക്കെ ഓക്കെ. ഓക്കെ ഷെയർ. ഇപ്പൊ കാണാവോ? യെസ് യെസ്. യെസ് യെസ്. കാണാം. നിങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവേ. യെസ്. അപ്പം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. സോ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹീതമായ ഒരു പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സ് തന്നെയാണ്. ഒരുപാട് ഹൃദയങ്ങളിൽ ഇടം നേടുവാനും ഒരുപാട് പ്രാർത്ഥനകളിൽ അതിലൊരു ഭാഗമാകാനും കഴിയുന്നത് ടീച്ചേഴ്സിന് മാത്രമാണ്. ടീച്ചിങ് ഇസ് നോട്ട് ജസ്റ്റ് filling about the knowledge to the young minds. It is about touching heart and shaping future. So വളരെ നല്ല ടീച്ചേഴ്സ് ആവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Now it's time for the queries and feedback. And before that, let me thank each and every wonderful person who participated here, who presented here, for listening me and supporting me. Thank you so much. എന്തെങ്കിലും ക്വയറീസും ഫീഡ്ബാക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാവുന്നതാണ്. താങ്ക് യു മാഡം. താങ്ക് യു. നന്നായിരിക്കുന്ന സെഷൻ. ഒരു ടീച്ചർക്കാണല്ലോ ടീച്ചറുടെ വികാരം മനസ്സിലാകുന്നത്. ആരെക്കാളും കൂടുതൽ അങ്ങനെ ഒരു ട്രെയിനിങ് എടുക്കാൻ അർഹത ഒരു ടീച്ചർക്ക് തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. നന്നായിരിക്കുന്നു സെഷൻ. വളരെ ബോറില്ലാതെ നോക്കിയിരിക്കാൻ പറ്റി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു മാം. നന്നായിട്ടുണ്ട്. വളരെ നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ബോറിംഗ് ഒന്നും തോന്നിയിട്ടില്ല. നല്ലൊരു സെഷനായിരുന്നു. എൻ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു സെഷനായിരുന്നു. കേൾക്കാത്തൊരു സെഷനാണ്. താങ്ക് യു ഗിരിജ. താങ്ക് യു സോ മച്ച്. സൽമാൻ മാം, വളരെ നല്ലൊരു റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ശരിക്കും ഇത് തന്നെയാണ് കുട്ടികളുടെ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടം വരുന്നത്. ടീച്ചേഴ്സ് എങ്ങനെയാണോ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അതനുസരിച്ചിരിക്കും അവരുടെ ഇഷ്ടം. ഞാൻ തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത ക്ലാസ്സിൽ ഒരു ടീച്ചർ
ഹിസ്റ്ററി പഠിപ്പിക്കുകയാണ്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള സബ്ജക്റ്റ് ആയിരുന്നു പഠിക്കണ കാലത്ത്. എപ്പോഴും മാർക്ക് കുറവാണ്. അപ്പോ അതെ ആ ഹിസ്റ്ററി ക്ലാസ് ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ഞാൻ ക്ലാസ് എടുക്കണത് നിർത്തിയിട്ട് ഞാൻ അത് കേൾക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഭയങ്കര കുട്ടികളുടെ ചിറിയും ശബ്ദങ്ങളും ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ട്. ആ ടീച്ചർ ഒരു സ്റ്റോറി പോലെയാണ് അക്ബറിന്റെ ഭരണപരിഷ്കാരം, ഏറ്റവും ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള സാധനങ്ങള്. അത് അതെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതെ, ആ കുട്ടികൾ അത് എന്ത് രസമായിട്ടാണ് ആ ടീച്ചറുടെ അതാണ് അവരൊരു ചെറിയൊരു സ്റ്റോറി പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ ആ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു വെച്ചാൽ എനിക്കും അത് ഭയങ്കര ഇഷ്ടാവുമായിരുന്നു എന്ന്. അതെ തീർച്ചയായിട്ടും. അപ്പൊ എപ്പോഴും അങ്ങനെയാണ്, ആ ടീച്ചേഴ്സിനെ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അതായിരിക്കും കുട്ടികളൊക്കെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് വരിക. വളരെ നന്നായിട്ട് മാം പ്രസന്റ് ചെയ്തു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു രത്ന മാം. സൽമാ മാം യെസ് രാജശ്രീ മാം. നല്ലതായിട്ട് ചെയ്തു, ഇഷ്ടപ്പെട്ടു. ഞാനും ഒരു താങ്ക് യു. ടീച്ചറാണ്. ടീച്ചറിന്റെ വികാരമൊക്കെ എനിക്ക് അറിയാൻ പറ്റും. ഒരു ടീച്ചർ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സെക്കൻഡ് പേരന്റ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തോന്നുന്നേ. അവരുടെ കുസൃതികളും ഒക്കെ എന്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യാതെ വരുന്നതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ശിക്ഷിക്കുന്ന ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം, അടിക്കുന്നത്. കഴിവതും ഞാൻ അഡ്വൈസേ കൊടുക്കാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ഈ താടിക്കൊക്കെ കൈ കൊടുത്ത് മിസ് ചെയ്യല്ല, പഠിക്കണം, ഹോംവർക്ക് ഒക്കെ ഡെയിലി ചെയ്യണം, ചെറിയ ഉപദേശങ്ങളൊക്കെ കൊടുക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു ടീച്ചർ, എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു ടീച്ചർ ആകുന്ന എന്നുള്ളതാ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. അതുകൊണ്ട് നല്ലതായിട്ട് പറഞ്ഞു. ഒന്നുകൂടെ കുറെ, അതുമല്ല ഒരു ഫീഡ്ബാക്ക് കൂടെ പറയാമെന്നത്, പഴയകാല ടീച്ചർമാരെ ഒന്ന് ഓർക്കാൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. താങ്ക് യു രാജശ്രീ മാം. ഓക്കെ. സൽമ മാം. യെസ് പ്രീത മാം. നന്നായി. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് നന്നായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ, എന്റെ അനുഭവങ്ങളുമായിട്ടൊക്കെ. അപ്പൊ നല്ല ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഹാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ നല്ല ഒരു ഫ്ലോയിലൂടെയാണ് മാം അവതരിപ്പിച്ചത്. എപ്പോഴും പിന്നെ ഒരു സൗണ്ടിന് ഒരു ഇതുണ്ടല്ലോ, ഒരു വെയിറ്റ് ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സൽമാ മാമിന്റെ വോയിസിന് ഒരു നല്ലൊരു ഇതാണ്, ഒരു വെയിറ്റ് ഉള്ള വോയിസ് ആണ്. ഓക്കെ, സ്റ്റോറി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോട്ടിങ്സ് എല്ലാവർക്കും ടീച്ചേഴ്സ് ആണ് തോന്നുന്നുണ്ട് ഈ ഗ്രൂപ്പിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് അവർക്കെല്ലാം നല്ല ഒരു അനുഭവം തന്നെയാണ്. ഓക്കെ മാം, നന്നായി ചെയ്തു. ഫസ്റ്റ് ആണെങ്കിൽ പോലും നമ്മളെ ബാച്ചിലുള്ള ഫസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് മാം. അപ്പൊ ഗുഡ്, കീപ് ഇറ്റ് അപ്പ് മാം. താങ്ക് യു സോ മച്ച് പ്രീത മാം. യെസ് സൽമ മാം, യെസ് മാമിന്റെ ക്ലാസ് ശരിക്കും ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. ഞാനൊരു ചൈൽഡ് സെന്റേർഡ് ക്ലാസ് റൂമാണ് എനിക്ക് കാണാൻ പറ്റിയത്. വളരെ നന്നായിട്ടുണ്ട്, വളരെ മനോഹരമായിരുന്നു. താങ്ക് യു. നല്ല സ്റ്റോറി കൊണ്ടുവന്ന് ആ സ്റ്റോറിയുടെ നന്നായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. നന്നായിരുന്നു മാം. താങ്ക് യു സുഗന്ധി മാം. ഓക്കെ സൽമാജി, എന്നെ കേൾക്കാമോ? യെസ് സർ. ഓക്കെ, ഞാൻ കുറെ നേരമായിട്ട് കൈ പൊക്കിയിട്ട് ആരും എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ഇടിച്ചു കയറി പറയാണ്. ഓക്കെ, ഞാൻ എൻ്റെ കരിയർ, ഞാൻ മെഡിക്കൽ ഡോക്ടറാണ്. മെഡിക്കൽ ടീച്ചറായിട്ടാണ് ഞാൻ ആരംഭിച്ചത് 1981 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. 45 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ്. ഞാൻ 2 കാര്യമാണ്, അതായത് നല്ലൊരു ടീച്ചറിൻ്റെ വേണം. 1, ആ ടീച്ചറിന് ഏത് സബ്ജക്റ്റാണോ പഠിപ്പിക്കുന്നത് ആ സബ്ജക്റ്റിനോട് ആ ടീച്ചർക്ക് ദാറ്റ് ടീച്ചർ മസ്റ്റ് ലവ് ദാറ്റ് സബ്ജക്ട്. നോട്ട് ലൈക്ക് ദാറ്റ് സബ്ജക്റ്റ് അല്ല, ലൈക്ക് അല്ല, ദാറ്റ് ടീച്ചർ മസ്റ്റ്
ലവ് Love. ദാറ്റ് സബ്ജക്ട്. നമ്പർ 2, ഒരു പാഷൻ ഫോർ ടീച്ചിങ് വേണം. യു മേ ലവ് ദി സബ്ജക്ട്, ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് ദി പാഷൻ ഫോർ ടീച്ചിങ്, അവിടെ ഈ രണ്ടും കൂടെ അത്യാവശ്യമാണ്, കമ്പൽസറി ആണ്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും B.Ed ഒക്കെ കഴിഞ്ഞിട്ടാരും വരുന്നത്. സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവർക്കും B.Ed ട്രെയിനിങ്, ആ ക്വാളിഫിക്കേഷൻ. അപ്പം ഈ എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ ആർക്കും അങ്ങനെ ഒരു ട്രെയിനിങ് ഒന്നും കിട്ടുന്നില്ല. യു ജസ്റ്റ് ജോയിൻ ആൻഡ് ബിക്കം എ ടീച്ചർ. അങ്ങനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ടീച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആക്കണം. എൻ്റെ സ്കൂൾ ഡേയ്സിൽ ഇവിടെ ഒരാൾ പറഞ്ഞു, രത്നം ആരാണെന്ന് പറഞ്ഞു തോന്നുന്നു, ചില സബ്ജക്റ്റ് ഒക്കെ വളരെ ബോറിംഗ് ആയിരുന്നു എന്നുള്ളതൊക്കെ. ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിൽ ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സോഷ്യൽ സ്റ്റഡീസ്. അത് പ്രീ ഡിഗ്രിയിലും അതുപോലെ തന്നെ തുടർന്നു. മെഡിക്കൽ കോളേജിലാണെന്ന് പത്തോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, അത് ശരിക്കും പറഞ്ഞ ഡിസ്ലൈക്ഡ് അല്ല, ഐ ഹേറ്റഡ് ദാറ്റ് സബ്ജക്റ്റ്. ചില പഠിപ്പിക്കുന്ന ആ ടീച്ചേഴ്സിന് ആർക്കും തന്നെ ആ സബ്ജക്റ്റിനോട് യാതൊരു ഇതുമില്ല, താല്പര്യമില്ല, പഠിപ്പിക്കാനും താല്പര്യമില്ല. ഒരു വരുമാന മാർഗം, ഒരു ജോലി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉടനെ ആയതിന് ആദ്യം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അന്ന് ലൈബ്രറിയിൽ പോയി. ഇത് ഞാൻ ഈ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ വിൽ ബി യൂസ്ഫുൾ. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ അവിടെ ലൈബ്രറി പോയിട്ട്, എസ്പെഷ്യലി അന്ന് തിരുവനന്തപുരത്താണെങ്കിൽ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഉണ്ട്, പബ്ലിക് ലൈബ്രറി ഉണ്ട്, ദെൻ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി ഉണ്ട്. അവിടെ ചെന്നിട്ട് ബുക്സ് ഓൺ പെഡഗോജി ആണല്ലോ ടീച്ചിങ്ങിനെ കുറിച്ചുള്ളത്, മെത്തഡോളജി. അങ്ങനെ ഒരു 10-20 ബുക്ക് എടുത്ത് വായിച്ചു. എന്താണ് മെത്തഡോളജി, എങ്ങനെയാണ് ഈ പറഞ്ഞ സ്റ്റുഡൻസുമായിട്ട് എങ്ങനെ റാപ്പോ ആദ്യം ബിൽഡ് ചെയ്യണം. ദി സ്റ്റുഡൻസ് ഷുഡ് ലൈക്ക് യു. ഇഫ് എ സ്റ്റുഡൻറ് നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടത്തില്ല. നമ്മളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സബ്ജക്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നമ്മളെ ഇഷ്ടപ്പെട്ടില്ലയോ, there is no way that student is going to like that subject. അപ്പോൾ അതാണ് എങ്ങനെയാണ് റാപ്പോ ബിൽഡ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പിന്റെ എങ്ങനെയാണ് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞു സ്റ്റാർ കൊടുക്കുന്നത്, അത് കൊച്ചു കുട്ടികൾക്ക് ആ സ്റ്റാർ 5 സ്റ്റാർ എന്നൊക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ യെസ്, അവർക്ക് ആ മോട്ടിവേഷനായി, ത്രില്ലായി. അപ്പോൾ ഇവിടെ അവർക്ക് വന്നിട്ട് എങ്ങനെയാണ് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്നത്, എങ്ങനെയാണ് നോട്ട് ടു ഹ്യൂമിലിയേറ്റ് ഓർ ഇൻസൾട്ട് ദി സ്റ്റുഡൻസ്. ഒരു മണ്ടത്തരം, തെറ്റായിട്ട് ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ മെഡിക്കൽ കോളേജ് പഠിപ്പിക്കുന്നത് തന്നെ ഈ മരുന്നുകളുടെ ഡോസ് ചോദിക്കും. ഞാനൊക്കെ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് സാറന്മാർ ഓക്കെ വാട്ട് ഈസ് ദി ഡോസ് ഫോർ ദാറ്റ് ബ്ലഡ് പ്രഷറിന്, ഒന്ന് ചിലപ്പോൾ ഡോസ് തെറ്റിച്ച് പറയുന്നു. 1 മില്ലിഗ്രാമിന് പകരം 10 മില്ലിഗ്രാമാണെന്ന് പറഞ്ഞു വെച്ചോളൂ. ഉടനെ ടീച്ചർ പറയും, ഓ ദാറ്റ് വൺ ഓക്കെ യു ആർ റെഡി ടു കിൽ ദി പേഷ്യൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബാക്കി എല്ലാവരും ചിരിക്കും. അപ്പോൾ ആ റോങ് ആൻസർ പറഞ്ഞ ആ സ്റ്റുഡൻറ് അതോടുകൂടി കംപ്ലീറ്റ് ഇതായി പോകും. ഷെയിമും ഇൻസൾട്ടും. പിന്നെ ഒരിക്കലും ഏതെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയത്തില്ല. ചില പറഞ്ഞ് തെറ്റായി പോയെങ്കിൽ എന്ത് സംഭവിക്കും, കളിയാക്കത്തില്ല എന്നുള്ളത്. ആ ഒരു മിക്ക ടീച്ചേഴ്സ് റിയലൈസ് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് മെനി ടീച്ചേഴ്സ് അത് റിയലൈസ് ചെയ്യാതെ പിള്ളേരെ ഇൻസൾട്ട് ചെയ്ത് അത് ചെറുപ്രായത്തിൽ തന്നെ അവർക്കുള്ള ആ കോൺഫിഡൻസ് ബിൽഡിംഗ് അല്ല, കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയിട്ട് ഷാറ്ററിങ് ആണ് നടത്തുന്നത്. അതാണ് ഈ ബുക്കെല്ലാം വായിച്ചതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് പറഞ്ഞത്, when I ask you a question, if you don't know, tell me I don't know. But if you are not sure whether the answer is right or wrong, don't hesitate to give me the answer. Because the wrong answer, if you tell now, I'll be able to correct that one. If you don't tell this one, and when you go for the examination, university examination, at that time, if you give a wrong answer, they won't forgive you. You will fail. അത് ഇവിടെയാണ് എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം എന്ന് പറഞ്ഞ കാരണം പിള്ളേർ വന്നിട്ട് എൻ്റെ ക്ലാസ്സിൽ പറയുമ്പോൾ വേറൊന്നും ഞാൻ പറഞ്ഞു, ബാക്കി പിള്ളേരത്ത് പറഞ്ഞു, ഇഫ് ദി ആൻസർ ഇസ് റോങ്, ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ലാഫ് അറ്റ് ദാറ്റ് പേഴ്സൺ. ഈ മണ്ടത്തരം പറഞ്ഞതിനെ കണ്ട് നിങ്ങൾ ചിരിക്കരുത്. ഇഫ് സംബഡി ലാഫ്സ്, then all the questions will be directed to you. ആരാണോ ചിരിക്കുന്നത്, ഇനി എൻ്റെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്കായിരിക്കും. അതും കൂടെ പറഞ്ഞ് ആരും തന്നെ ഇതില്ലാത്ത കാരണം ദി സ്റ്റുഡൻസ് ഫെൽറ്റ് മോട്ടിവേറ്റഡ്, എൻകറേജ്ഡ്. അവർക്ക് വന്നിട്ട് സാറിൻ്റെ അവിടെ
ധൈര്യമായിട്ട് എന്തും പറയാം. സാറ് നമ്മളെ ഇൻസൾട്ട് ചെയ്യത്തില്ല. അങ്ങനെതായിട്ടൊക്കെ ഐ വാസ് റേറ്റഡ് ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടീച്ചേഴ്സ്. അതാണ് അതിൻ്റെ ഞാൻ ഇതാ ഈ വ്യാഴാഴ്ച ഐ എം ഗോയിങ് ടു ഗീവ് എ ടോക്ക്. എൻ്റെ വെബിനാർസ് ഇതിൽ വന്നിട്ട് ആ ടോപ്പിക് ഞാൻ അർച്ചന ജിക്ക് ഞാനത് ഷെയർ ചെയ്തു. അതായത് ഹാംഫുൾ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ്. അതാണ് എൻ്റെ ഈ വ്യാഴാഴ്ചത്തെ വെബിനാർ രാത്രി 8 മണിക്ക്. ഹാംഫുൾ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ്. APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലറിയാം. APJ അബ്ദുൽ കലാമിന്റെ സീക്രട്ട് ജീവിതത്തിൽ വിജയിച്ചാൽ നല്ല കുറെ ടീച്ചേഴ്സ് പുള്ളിയുടെ ജീവിതത്തിൽ വന്നു. ആ സ്കൂളിലെ അവര് ബുക്കുകൾ ചില പുള്ളിക്കാരന് വലിയ റിച്ച് ഒന്നും അല്ലായിരുന്നു. അവർ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കൊടുത്തു, മോട്ടിവേറ്റ് ചെയ്തു, എൻകറേജ് ചെയ്തു. അവസാനം APJ അബ്ദുൽ കലാം എന്ന ഭാരത് രത്ന അവാർഡി, ഇന്ത്യൻ പ്രസിഡന്റുമായി, പീപ്പിൾസ് പ്രസിഡന്റ്. അപ്പൊ അതിൽ നിന്നൊക്കെ ലെസൺസ് ഉണ്ട്. ടീച്ചേഴ്സ് അതെ, അവര് റൈറ്റ് കൈൻഡ് ഓഫ് ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ലൈഫ് തന്നെ മാറിക്കിട്ടും. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you for the wonderful information and the inspiring words. Thank you. ഇനി ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സെഷൻ. ഓക്കെ സൽമാ മാം, താങ്ക് യു സോ മച്ച്. ഈ ഒരു സെഷനിൽ കൂടുതലും ടീച്ചേഴ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ടോപ്പിക് എടുത്തത് ഫ്രൂട്ട്ഫുൾ ആയി എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ടോപ്പിക്. ആൻഡ് അതുപോലെ തന്നെ മാമിന് നല്ലൊരു ഇൻട്രോ തന്ന ഗിരിജ മാമിനും ഒരുപാട് നന്ദി. ഇത്രയും നേരം നമ്മുടെ കൂടെ വെൽക്കം. ഇത്രയും നേരം നമ്മുടെ കൂടെ വെൽക്കം ഗിരിജ മാം. ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ ഒരു സെഷനിൽ പങ്കെടുക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും സമയം കണ്ടെത്തി എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു ട്രെയിനറുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് ഓൾ. Thank you all. Thank you. Thank you, Archana ma'am. Thank you so much. Good night, everyone. ഗുഡ് നൈറ്റ്.